കണ്ട് നിങ്ങളുടെ മൂന്നാലടുത്ത് ഇതിന്റെ വർക്ക് ഞാൻ കണ്ടു യൂട്യൂബിൽ കൂടെ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, AR ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്ക് അല്ലേ? അത് മാവേലിക്കര താലൂക്ക് അല്ലേ? ചുനക്കരയിലാണ്. അപ്പൊ സാധാരണ സാറ് വീട്ടിലാണ്. അപ്പൊ സാർക്ക് ഒരു സോളാറിന്റെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതൊരു 3 kW ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ പറയുന്ന ഒരു സിസ്റ്റമാണ്. 2 പാനൽ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു 3 kV ഇൻവെർട്ടർ ഒക്കെ വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. അപ്പൊ സാറിന് നമുക്ക് ചോദിക്കാം, സോളാർ ചെയ്തിട്ട് സാറ് ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ്, ചെയ്തിട്ട് സാർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. സാറിന് പറഞ്ഞോളൂ. എനിക്കിത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ടിന്റെ കട്ടിങ് എപ്പോഴും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ വന്നാലും കറണ്ട് കട്ടാവും. അപ്പൊ അത് കറണ്ട് എപ്പോഴും കട്ടാവരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഓഫ് ഗ്രിഡ് ചെയ്യണമെന്ന്. ഓൺ ഗ്രിഡിലോട്ട് പോവാതെ ഓൺ ഗ്രിഡിന്റെ ആവശ്യം ഓഫ് ഗ്രിഡിൽ തന്നെ കറണ്ട് ബില്ല് നമുക്ക് ആവുന്നില്ല, വലിയൊരു ബില്ല് വരുന്നില്ല. പക്ഷെ എന്നാൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് കറണ്ട് കിട്ടണം. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിന് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പം ചെയ്തെടുത്തോളം നമുക്കിപ്പം നല്ല ഭംഗി. ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് അഭിപ്രായം പറയാവുന്നതായി. അല്ല, പ്രൊഡക്ഷൻ എന്തായാലും കിട്ടും. നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഷെയ്ഡോ കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും ഇവിടെ നിന്നുള്ള ഷെയ്ഡൊന്നും ഇതേക്ക് വരത്തില്ല, ഷുവറായിട്ട് കിട്ടും. പിന്നെ ഇനി ബോട്ടം നമ്മളൊന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കിട്ടും, ഒന്നുകൂടി റിഫ്ലക്ട് ചെയ്ത്. ബോട്ടം സൈഡിലൂടെ നമ്മൾ ബൈഫേഷ്യൽ പാനൽ ആയതുകൊണ്ട് ഹാഫ് കട്ട് മോണോപ്രഗിന്റെ പാനലാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 2 പാനൽ നമ്മൾ 540 വാട്ട്സിന്റെ പാനലാണ്. ഹാഫ് കട്ട് മോണോപ്രഗിന്റെ UTL സോളാറിന്റെ പാനലാണ് കേട്ടോ. അതിന് നമുക്കൊരു 10 year ആണ് റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നത്. ബാക്കിയുള്ള 15 വർഷം പെർഫോമൻസ് വാറണ്ടി. ടോട്ടലി 25 year വാറണ്ടി ഉണ്ടാവും പാനലിന് കേട്ടോ. സാർക്ക് എത്ര ബില്ല് വന്നിരുന്നു ഇപ്പോ നോർമലി? എനിക്ക് 1600, 1700 ഒക്കെ 1200 ആ റേഞ്ചിലാണ് വന്നിരുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് വീട്ടിലുള്ള ഒരുവിധം എല്ലാ ലോഡുകളും നമ്മളിതിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 3 kV ഇൻവെർട്ടറിൽ നമുക്ക് 2400 വാട്ട്സ് ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ക്ലൗഡിയ ക്ലൈമറ്റ് ആണ്. ഇപ്പോഴും നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ MPPT അകത്ത് ഇപ്പോൾ എക്സസ് ആണ്, കാരണം ഉപയോഗമില്ല, ലോഡ് കുറവാണ്. അത് കാരണമാണ് നമുക്ക് എക്സസ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. ഉപയോഗം കുറവായതുകൊണ്ടാണ്. എന്തായാലും പിന്നെ ഇത് സാർക്ക് ഈ സ്ട്രക്ചർ സാർ ഉദ്ദേശിച്ച രീതിക്ക് വന്നോ എന്ന് എനിക്കറിയാം. കാരണം മുകളിലാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. കാരണം മുകളിൽ നമുക്ക് ചെയ്യാന്നുള്ള റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യാന്നുള്ള റിസ്ക് മാത്രമല്ല, നമുക്ക് ചെയ്താൽ ഒന്നും വാഷ് ചെയ്യാൻ കഴിയില്ല. ഇത് സാർക്ക് ലാഡർ വെച്ച് കയറിയാൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഷെയ്ഡിന് പ്രശ്നം വരില്ല. ആ 2 മരങ്ങൾ 1-2 ചില്ലകൾ വെട്ടി വിട്ടാൽ നമുക്ക് ക്ലിയർ ആയി കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് വാഷ് അല്ല, ഇത് മോണോപ്പർക്ക് പാനൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ക്ലൗഡിയ ക്ലൈമറ്റിലെ ആംബിയർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പഴയ പോളി ടൈപ്പ് പാനൽസ് ആണെങ്കിലാണ് നമുക്ക് ഈ നല്ല വെയിലുണ്ടെങ്കിലുള്ളൂ സോളാറിന് പ്രൊഡക്ഷൻ വരിക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ സമയത്ത് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 92-93 വോൾട്ടേജ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു 49.9 ഈ പാനലിൽ VOC വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ 93 വോൾട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ നോർമലി കിട്ടുന്ന വോൾട്ടേജ് ആണ്. ആ ഒരു വോൾട്ടേജ് നമുക്ക് ഈ സമയത്തും കിട്ടും. രാവിലെ ഒരു 6-6:30 മണി മുതൽ വൈകുന്നേരം 5-5 മണി വരെ നമുക്ക് എന്തായാലും ഇന്ന് പ്രൊഡക്ഷൻ നമുക്ക് നടക്കും. നമ്മുടെ 2 ബാറ്ററി കൂളായിട്ട് നമുക്ക് ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സോളാറിന്റെ കേബിളൊന്നും അധികം ലെങ്ത് ഒന്നും വന്നില്ല, ഡിസ്റ്റൻസ് ഒന്നും. നേരെ തൊട്ട് ഇപ്പുറത്ത് തന്നെ നമ്മുടെ ബാറ്ററിയും ഇൻവെർട്ടറും സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം ഇതൊന്നും വന്നിട്ടില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് പാനലിലൂടെ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ 2 പാനലിലൂടെ കൊടുക്കാം. മാക്സിമം നമുക്ക് 2 പാനലിലൂടെ കൊടുക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ ഉപയോഗമില്ല. കാരണം ഡേ ടൈമിൽ ഉപയോഗം വേണം. ഡേ ടൈമിൽ ഒരു 500 വാട്ടെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ നമുക്ക് ഇത്രയും 1000 വാട്ട്സിന് മുകളിൽ പാനലുണ്ട്. അപ്പൊ നമ്മൾ ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ എനർജി വേസ്റ്റ് ആയി പോലെ അപ്പൊ നമുക്ക് 2 പാനലും മതി. 2 ബാറ്ററിക്ക് നമ്മൾ 3 kW സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അത്രയും പാനൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റ് ഒന്ന് വിഷ്വൽ ചെയ്യാം. അറസ്റ്റ് നമ്മൾ ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊരു 50 mm ഡൗൺ കണ്ടർ കേബിളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പാനൽ നമ്മൾ ഏകദേശം 2-2.5 മീറ്റർ ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ കറക്റ്റായിട്ട് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന്റെ ഓടിന്റെ ഷെയ്ഡൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഹൈറ്റിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു 10 ഡിഗ്രിക്ക് സ്ലോപ്പിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ നേരെ 2 പാനൽ ഒരേ ലെവലിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യാനും കഴിയും. ഇപ്പോൾ വീടിന്റെ മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു ലാഡർ വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും. ഫുള്ളായിട്ട് വിഷ് ചെയ്യാം പാനൽ കംപ്ലീറ്റ്. ഒരു 6 മണി വരെ നമുക്ക് എന്തായാലും പ്രൊഡക്ഷൻ നടക്കും. കിട്ടാത്ത ഒരു പ്രശ്നമൊന്നുമില്ല. വെയിലേ ഷെയ്ഡൊന്നും വരുന്നില്ല സാറേ. ഇല്ലല്ലോ, വരത്തില്ല. കാരണം സൈഡ് ആ മരത്തിന്റെ 2 ചില്ല എന്തെങ്കിലും വെട്ടി കൊടുക്കേണ്ടി വരും.
അത് വെട്ടിയാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ക്ലിയർ ആണ്. ആണല്ലോ. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ നമ്മൾ ചെയ്തേക്കുന്നത് നല്ല ഹൈറ്റിലാണ്, ഒരു 2.5 മീറ്ററുള്ള ഹൈറ്റ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഒരാൾക്ക് ഇതിന്റെ അടി കൂടെ കൂടായിട്ട് നടന്നു പോകാൻ കഴിയും. ആ രീതിക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ബോട്ടം നമുക്ക് എന്തൊരു കാര്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. ആ രീതിക്ക് ഈ സ്ട്രക്ചറിങ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ഈ ഒരു വീടിന്റെ ഷെയ്ഡ് ഇതിലേക്ക് വരേണ്ട രീതിയിലാണ് ഈ ഹൈറ്റിൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലാഡർ വെച്ചിട്ട് ഈ പാനൽ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും. താഴ്ന്ന് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. ഒരു ലാഡർ വെച്ച് കയറിയിട്ട് വേണം പാനലിൽ നിന്ന് നമുക്ക് വാഷ് ചെയ്യാനായി കേട്ടോ. സ്ട്രക്ചർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പാനൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സീരിയസ് ചെയ്തിട്ടാണ് ഇത് കണക്ഷൻ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, 24 വോൾട്ടിലാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത്. ബാറ്ററി 24 വോൾട്ടാണ് സിസ്റ്റം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഒരു താഴെയായിരുന്നു ഇൻവെർട്ടർ പോയിന്റ് നമ്മൾ മുകളിലേക്ക് മാറ്റിയാണ്. പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ കഴിഞ്ഞു. അതാണ് ഞാൻ കാരണം അതെന്താ വെച്ചാൽ നമ്മൾ ഇൻവെർട്ടർ പോയിന്റ് നേരെ താഴെ സ്റ്റെയറിനല്ല, അവിടെയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമില്ലല്ലോ. കാരണം നമുക്ക് ഇതിന്റെ MBP ഡിസ്പ്ലേ ഒന്ന് നോക്കണമെങ്കിലോ ഇതിൽ ബാറ്ററി വാട്ടർ ഒന്ന് ഫില്ല് ചെയ്യണമെങ്കിലോ നമുക്കൊന്നും പെട്ടെന്ന് വിഷ്വൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞത്. ഇതാകുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ നമുക്ക് സോളാറിന്റെ കേബിൾ നമുക്ക് എത്തിക്കാനും എല്ലാം കൊണ്ട് സൗകര്യമാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിന്നെ ഈ കെമിക്കൽ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ഓപ്പൺ ഏരിയക്ക് തിരിക്കുന്നത് നല്ലതാണ്. ബാറ്ററിക്ക് എയർ സർക്കുലേഷൻ കിട്ടുന്നു. അതെല്ലാം കൊണ്ട് നമുക്ക് എപ്പോഴും നല്ലത് ഇങ്ങനെ ബാറ്ററി ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഏരിയയിൽ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇൻവെർട്ടറിന്റെ പോയിന്റ് നമുക്ക് താഴ്ന്ന ഡയറക്റ്റ് പൈപ്പ് ഇട്ടാണ്, അതുവഴി ഇങ്ങനെ വലിച്ച് ഇത്രയും നമുക്ക് ഓപ്പൺ പൈപ്പിംഗ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തി. അതെ, അതുകൊണ്ട് നമുക്ക് എന്തൊരു സൗകര്യമായി കേട്ടോ. അപ്പൊ ഇൻവെർട്ടർ പോയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വയറക്കാരെ വിളിച്ച് പിന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇൻവെർട്ടർ പോയിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ DC ബ്രേക്കറൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യാം നമുക്ക്. ഹാവൽസിന്റെ ഒരു 32 ആംസിന്റെ DC ബ്രേക്കറാണ്. ഈ ബ്രേക്കർ നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ സപ്ലൈ ഇവിടെ ഓഫ് ആയി പോകും. സോളാർ സപ്ലൈ കട്ട് ഓഫ് ആയി പോകും. ഇപ്പൊ നമുക്കിത് വർക്ക് ചെയ്യുന്ന സോളാറിലാണ്. എക്സസ് ഇത്ര നേരം ഉണ്ടായത്. ഇപ്പൊ ഉപയോഗങ്ങൾ വന്നപ്പോൾ നമുക്ക് എക്സസ് പോയിന്റ് റിലേ ഓൺ ആണ്. ഈ റിലേ ഓൺ ആവുന്ന സമയം തൊട്ട് റിലേ ഓഫ് ആവുന്ന സമയം വരെയാണ് കംപ്ലീറ്റ്ലി നമ്മൾ സോളാറിൽ വർക്ക് ചെയ്യുന്നത്. അത് മാത്രം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇത് നോക്കുക, ബാറ്ററിയുടെ വാട്ടർ ചെക്ക് ചെയ്യുക. വാട്ടർ നമ്മൾക്ക് ആവശ്യം നമ്മൾ ബാറ്ററി വാട്ടർ ഒഴിക്കുക. ഒരു 3-4 മാസം കൂടുമ്പോൾ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുക. പിന്നെ പാനൽ വാഷ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് 2 പ്ലഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും നമുക്ക് ബൈപ്പാസ് ചെയ്യുന്ന അതിനുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ഇൻവെർട്ടറിൽ നമുക്കിത് ലഗ്നോന്റെ ഇൻവെർട്ടറാണ്, 3 kV ആണ്, 24 വോൾട്ടാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഇൻവെർട്ടറാണ്. 3000 VA ഇൻവെർട്ടറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2400 വാട്ട്സ് ലോഡ് ചെയ്യാൻ പറ്റും. 2400 വാട്ട്സ് വരെ മാക്സിമം ലോഡ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഈ വീട്ടിലത്തെ കംപ്ലീറ്റ് ലോഡ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ലോഡിലും കൊടുത്തിട്ടുണ്ട്. മീറ്റർ ഇപ്പൊ എന്തെങ്കിലും റൺ ചെയ്യുന്നില്ല, ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പൊ വീണ്ടും വേണ്ട ആക്സസ് നല്ലത് വേണം. ഈ MPPT കാണിക്കും. ഒരു 48 വോൾട്ട് MPPT ആണ്, മൾട്ടി MPPT ആണ്. 4 ബാറ്ററി വരെ കൊടുക്കാവുന്ന ഒരു MPPT ആണത്. ഇപ്പൊ നമ്മൾ 24 വോൾട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് 36, 48 വരെ കൊടുക്കാം. 4 ബാറ്ററി കണക്ട് ചെയ്യാം. മാക്സിമം 2200 വാട്ട്സ് പാനൽ കൊടുക്കാം. അതിൽ 48 വോൾട്ടിലാണെങ്കിൽ 2200 വാട്ട്സ് വരെ പാനൽ ഇതിൽ കൊടുക്കാൻ കഴിയും കേട്ടോ. ഇപ്പൊ നമ്മൾ സോളാർ ചെയ്യാൻ നമ്മൾ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ പെരുന്തൽമണ്ണ അത്രയും ദൂരം നമ്മൾ വന്നു. യൂട്യൂബ് ചാനൽ കണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്താണ്. ഈ ഭാഗത്ത് ഞങ്ങൾ 3-4 വർക്കുകൾ ഇനി ഉണ്ട്, ഇനി നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ സാർക്കൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലേ? സാറെ പേരെന്താണ്? ആനന്ദ് അല്ലേ? അതോ സാറിന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഈ സോളാർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലേ, പ്ലാൻ ഉണ്ടോ? എത്ര ഇപ്പൊ ഇല്ല, വരുന്നില്ല അല്ലെ? വലിയ ബില്ലൊന്നും വരുന്നില്ല. അതെ, അല്ല വലിയ ബില്ല് നമുക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും സോളാർ ചെയ്യുന്നതല്ല. ചെറിയ ബില്ലാണെങ്കിൽ നമ്മൾ വലിയ കാര്യമില്ല ചെയ്തുകൊണ്ടേ. അല്ലെങ്കിൽ ചെറിയ ബാറ്ററി, ഒരു ബാറ്ററി ഇൻവെർട്ടർ വെച്ച് നമ്മൾ ചെയ്യാതെ കൊടുക്കാറുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ ഇൻവെർട്ടറും ബാറ്ററി ഉള്ളടത്ത് ഒരു MPPT വെച്ചിട്ട് സോളാർ പാനൽ വെച്ച് ഒരു 1 kW സിസ്റ്റം ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ആ രീതിക്കും ചെയ്യാം. അപ്പോ സാറ് ഉദ്ദേശിച്ച രീതിക്കൊക്കെ വന്നെന്ന് വിചാരിക്കണം. അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ മോട്ടർ 1 HP മോട്ടർ നമുക്ക് ഈ ഇൻവെർട്ടറിൽ കൂളായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ സാറിന്റെ മോട്ടർ ഹൈ ആംബിയർ, സ്റ്റാർട്ടിങ് ആംബിയർ എടുക്കുന്നുണ്ട്. ഒന്നുകിൽ ആ മോട്ടർ സർവീസ് ചെയ്താൽ ചിലപ്പോൾ അത് ക്ലിയർ ആവും. പിന്നെ അതും അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ഇലക്ട്രീഷ്യൻ വിളിച്ച് നമുക്ക് ചെയ്യിക്കാവുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റത്തെ പണിയുള്ള ഇൻവെർട്ടർ പോയിന്റ് വയർ മാറ്റി കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമുക്ക് അങ്ങനെയാണ് നമുക്ക് മോട്ടർ ഇതിൽ ഓടിക്കാൻ പറ്റും. കാരണം ഒരു 13-14 ആംബിയറൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് 20 ആംബിയറിന് മുകളിൽ സ്റ്റാർട്ടിങ് ആംബിയർ വരുന്നുണ്ട്. അപ്പൊ ഒരു ഹൈ പവർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇൻവെർട്ടറിന് ഓവർലോഡ് വരും. കറണ്ട് പോവാന്ന അപ്പം വെള്ളം അടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? അതാ ഇന്ന് മോട്ടറും സർവീസ് ചെയ്തു. സാറൊന്ന് മോട്ടർ അയച്ചിട്ട് പ്ലംബറെ വിളിച്ചാൽ സർവീസ് ചെയ്ത് ക്ലിയർ ആവേണ്ടതാണത്. അതിന്റെ ആംബിയർ, സ്റ്റാർട്ടിങ് ആംബിയർ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഗ്രാം മീറ്റർ ഇട്ട് അതിന്റെ സ്റ്റാർട്ടിങ് ആംബിയർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം.
1 HP മോട്ടറോട് വർക്ക് ചെയ്യണമെന്നുണ്ട്. 1 HP മോട്ടർ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 8 ആയിരുന്നു. അത് കുഴപ്പമില്ല, റണ്ണിങ് കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് ആംബിയർ നമുക്ക് ഹൈ ആംബിയർ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടറിന് ഓവർലോഡ് വരും. അപ്പോൾ അതുകൊണ്ട് മോട്ടർ കൊടുക്കാൻ പറ്റില്ല. സാധാ നോർമലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് 1 HP മോട്ടർ ഈ ഇൻവെർട്ടറിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഡേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. പാനൽ സൈഡിൽ നിന്ന് അത്രയും പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ഉച്ച സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ മോട്ടർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ലോഡും ഞങ്ങളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മോട്ടർ കൂടി ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ മോട്ടർ ചിലപ്പോൾ ഒന്ന് സർവീസ് ചെയ്ത് ക്ലിയർ ആവും. പഴയ മോട്ടർ ആകുമ്പോഴേ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അതിന്റെ പുഷൊക്കെ കംപ്ലൈന്റ് വന്നാൽ അങ്ങനെ വരാറുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ, പ്രശ്നമില്ല. ഇനി അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഈ വഴിക്ക് വരുമ്പോൾ ചേഞ്ച് ചെയ്ത് തരാം, അത് പ്രശ്നമുള്ള കാര്യം. നമ്മൾ പലപ്പോഴും മാസത്തിൽ ഒരു തവണ ഈ വഴിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇനി കൂടുതലൊന്നും പറഞ്ഞില്ല. നമ്മുടെ ചാനൽ കാണാൻ AR Info യൂട്യൂബ് ചാനൽ സോളാറിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ചാനലിൽ പിന്നെ എന്തെങ്കിലും സോളാറിനെ കുറിച്ച് ഡൗട്ടോ കാര്യങ്ങൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. 2 നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പർ, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ സീ യു. ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു.